ഹായ് കൂട്ടുകാരെ, ഇത് നമ്മുടെ കോഴിക്കോടാണ് കേട്ടോ. ഇതാ 6 കൂടുണ്ട്, 6 കൂട് 2 നിലയായിട്ട്. അല്ലേ, ഇനി പരിചയപ്പെടുത്താം. ഇവർ ഫാൻസി കോഴിയുണ്ട്, ഇതുണ്ടോ, അവനൊക്കെ അത്രയും പൊക്കേ വെക്കുള്ളൂ. അവരുടെ അടുത്ത് നിൽക്കുന്നതൊക്കെ ഫാൻസിയാണ്. ഇത് വേറെ നാടനാണ് കേട്ടോ നിൽക്കുന്നത്. ആ കാലിന് വണ്ണം കുറവുള്ളതൊക്കെ നാടനാണ്, ബാക്കിയുള്ളതൊക്കെ ഫാൻസിയാണ്. അതിനിടയ്ക്ക് പ്രാവിറങ്ങി വന്നേക്കുക അതിൻ്റെ താഴെ വീട് നോക്കാനായിട്ട്. പിന്നെ ഇത് വെള്ളത്താറാവെന്ന് പറയും. ഒരു എളുപ്പം വലുതാകും, 4 കിലോ ഒക്കെ ഇറച്ചി ഉണ്ടാകും. ഇതിനകത്ത് മുട്ടയിടും. പക്ഷേ ആ നടുക്ക് നിൽക്കുന്നതല്ലേ വേണ്ടത്, അത് കിടക്കുന്ന അതിനെന്തോ ഒരു വയ്യാഴികയാണ് ഇന്നലെ മുതൽ. പിന്നെ ഇതിൽ ആ ചുമപ്പ് വന്നിട്ട് മുട്ടക്കോഴിയാണ്, ചുമപ്പ്. വെള്ളയൊക്കെ വന്നിട്ട് വേറൊരു തരം വെറൈറ്റി കോഴികളാണ്, വലിയ കോഴിയാവും. ഇതിപ്പോൾ 2.5 മാസം കഴിഞ്ഞേക്കണമുള്ള ആ കോഴികൾ. തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അതും അതെ, ഇവരും അതെ. ഈ നിൽക്കുന്നില്ലേ 4 പേര്, അവരും അത് തന്നെയാണ്. അത് മുട്ടയിടും, പൊരുന്നുമല്ല, പൊരുന്ന് വിരിക്കത്തില്ല, മുട്ടയിടും. ഇവർ പിന്നെ നമ്മുടെ നാടൻ കോഴികളാണ് കേട്ടോ, നാടൻ ഒറിജിനൽ നാടനാണ് ഇവർ. ഇവരുടെ ആ നിൽക്കുന്നവരുടെയൊക്കെ അമ്മ ഇവളാണ്, ഇവള്. പിന്നെ ഈ വെയിലൊക്കെ ആയപ്പോഴത്തേക്കേ വെച്ച് കൊടുത്തിട്ട് 3 എണ്ണേ വിരിഞ്ഞിട്ടുള്ളൂ. അതിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞേ ഉള്ളൂ ആ കുട്ടികൾ. പിന്നെ ഇവിടെയുണ്ട് വേറെ. ഇതിൽ ഈ ചാവൽക്കോഴി എന്ന് പറയുന്ന പൂവൻകോഴി വന്നിട്ട് നാടനാണ്. ഇതാ ആ നോക്കുന്ന ആ നിൽക്കുന്നവള് നാടനാണ്. ഇത് നാടനെ തന്നെ ഗ്രാമപ്രിയ എന്ന് പറയും. ഈ വെള്ള 2 എണ്ണം കേട്ടോ. ഇതാ പിന്നെന്തോ ഒരു ചെറിയ മന്നത കണ്ടതുകൊണ്ട് മാറ്റിയിട്ടാണ്. ഇതിൻ്റെയാണെന്നുണ്ട് ആ മറ്റേ കുഞ്ഞുങ്ങളെ കൊത്തിയിട്ടാ, ഏറ്റവും ചെറുതിതാ കൊത്തിയിട്ടേക്കുന്നതാണ്. പിന്നെ ഈ കൂട്ടിനകത്തെന്ന് പറയുമ്പോഴത്തേന് മുട്ട വിരിയാനായിട്ടൊക്കെ വെക്കുന്നതാണ്, പൊരുന്ന് വെക്കുക എന്ന് പറയല്ലേ, അതിനുള്ളതാണ്. ഇതും അത് തന്നെ കേട്ടോ. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളായതാണ്. അങ്ങനെ ഇവരൊക്കെയാണ് നമ്മുടെ മക്കൾ കേട്ടോ, മക്കളും പേരക്കുട്ടികളും ഒക്കെ. ഓക്കെ, ബായ്. എല്ലാവരും കൂട്ടാക്കണം, സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.